യിരെമ്യാവേ, നീ അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നിന്റെ വായ എൻ്റെ വായ് പോലെയാകും. ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിൽ. 12-ാം അധ്യായം 34-35 വാക്യങ്ങൾ. നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായ് സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. മത്തായി സുവിശേഷം 12-ാം അധ്യായം 34-35 വാക്യങ്ങളാണ് ഈ അനുഗ്രഹീതമായ ദൈവവചന ധ്യാനത്തിൻ്റെ പ്രധാന ചിന്തയ്ക്കായി നമ്മൾ വായിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ചുറ്റും നിൽക്കുന്ന ജനതയോട് സംവാദിക്കുന്ന കൂട്ടത്തിൽ പരീശന്മാർ പുറപ്പെട്ട് യേശുവിനെ നശിപ്പിക്കാൻ അവന് വിരോധമായി തമ്മിൽ ആലോചന കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആ സമയത്ത് കർത്താവ് അവരോട് പറയുന്ന വളരെ ശ്രദ്ധേയമായ ഒരു വാക്കാണ് നമ്മളിവിടെ വായിച്ചത്. സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ വായ സംസാരിക്കുന്നത്. എന്നിട്ട് പറയുന്നു, നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. നമ്മൾ ഈ വായിച്ച 2 വാക്യങ്ങളിൽ നിന്ന് 2 ടൈപ്പ് മനുഷ്യരെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഒന്നാമത്തെ കൂട്ടരെന്ന് പറയുന്നത് ദുഷ്ടമനുഷ്യരാണ്. രണ്ടാമത്തെ കൂട്ടരെന്ന് പറയുന്നത് നല്ല മനുഷ്യരാണ്. ആ ദുഷ്ടമനുഷ്യരെ കുറിച്ച് പറയുന്നത് അവർക്കുള്ളത് ദുർനിക്ഷേപമാണ്. ആ ദുർനിക്ഷേപത്തിൽ നിന്ന് അവർ തീയത് പുറപ്പെടുവിക്കുന്നു. രണ്ടാമത്തെ വാക്ക് നല്ല മനുഷ്യരെ കുറിച്ചാണ്. അവർക്കുള്ളത് നല്ല നിക്ഷേപമാണ്, അതിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ദുർനിക്ഷേപമുള്ളവനിൽ നിന്ന് തീയത് മാത്രമേ പുറപ്പെടത്തുള്ളൂ. ഒന്നുകിൽ അവൻ ദുർനിക്ഷേപമുള്ളത് കൊണ്ട് ദുഷ്ടനായതായിരിക്കും, അല്ലെങ്കിൽ ദുഷ്ടനായതുകൊണ്ട് ദുർനിക്ഷേപമുള്ളതായിരിക്കും. തീയത് മാത്രമേ പുറപ്പെടത്തുള്ളൂ. നല്ല മനുഷ്യൻ എപ്പോഴും നല്ല നിക്ഷേപമുള്ളവനായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഒന്നുകിൽ നല്ല നിക്ഷേപം ഉള്ളത് കൊണ്ട് അവൻ നല്ല മനുഷ്യനായതായിരിക്കും, അല്ലെങ്കിൽ നല്ല മനുഷ്യനായതുകൊണ്ട് നല്ല നിക്ഷേപങ്ങൾ ഉണ്ടായതായിരിക്കും. എന്തായാലും ദുഷ്ടമനുഷ്യനിൽ ദുർനിക്ഷേപമുണ്ട്, നല്ല മനുഷ്യനിൽ നല്ല നിക്ഷേപമുണ്ട്. അവിടെ ഈ നല്ല നിക്ഷേപം, ദുർനിക്ഷേപം എന്നൊക്കെ പറയുമ്പം എന്തായിരിക്കും അതിൻ്റെ ഔട്ട്കം? ആ നിക്ഷേപം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ആ വാക്കിങ്ങനെ ചിന്തിച്ചപ്പോൾ, നിക്ഷേപം എന്ന് പറയുന്ന ആ ഒരു കാര്യം ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല. നീണ്ട കാലഘട്ടങ്ങൾ പരിശ്രമിച്ചിട്ട് അതിൽ നിന്നുണ്ടാകുന്നതാണ് നിക്ഷേപം. ആ നിക്ഷേപത്തിൻ്റെ അർത്ഥങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ബൈബിൾ ഇതിന് സമാനമായി ഉപയോഗിച്ച വേറൊരു പദത്തെ കൂടെ മനസ്സിലാക്കണം. അത് ചരതിച്ചു വെക്കുക എന്നുള്ളതാണ്. കോപ ദിവസത്തിലേക്ക് കോപത്തെ ചരതിച്ചു വെക്കുന്നു എന്ന് പറഞ്ഞാൽ ശേഖരിച്ചു വെക്കുന്നത്. നിക്ഷേപം എന്ന് പറയുന്നത് ഒരു ശേഖരണമാണ്. അപ്പൊ ദുർനിക്ഷേപം എന്ന് പറയുന്നത് നീണ്ട കാലഘട്ടങ്ങൾ കൊണ്ട് ഒരുവൻ ശേഖരിച്ചു വെക്കുന്നതാണ്. നല്ല നിക്ഷേപം എന്ന് പറയുന്നത് നീണ്ട കാലഘട്ടം കൊണ്ട് ഒരുവൻ ശേഖരിച്ചു വെക്കുന്നതാണ്. ഇനിയും ഇവിടെ പറയുന്ന നിക്ഷേപം ഏതാണ്? നമ്മൾ ഉദ്ദേശിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ഒന്നാണോ? അല്ല.
അത് വസ്തു സംബന്ധമാണോ? അല്ല. നല്ല നിക്ഷേപമെന്നും ദുർനിക്ഷേപമെന്നും പറയുന്നത് എന്താണെന്ന് അവിടെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 36-ാമത്തെ വാക്യം നോക്കിക്കേ. എന്നാൽ മനുഷ്യൻ പറയുന്ന ഏതു നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പം നല്ല നിക്ഷേപമെന്നും ദുർനിക്ഷേപമെന്നുമുള്ള വാക്കുകൾ എല്ലായ്പ്പോഴും ഒരു മനുഷ്യൻ സംസാരിക്കുന്ന വാക്കുകളിൽ ആസ്പദീകരിച്ചിട്ടുള്ളതാണ്. അല്ലാതെ അത് സമ്പത്തുമായിട്ടോ വസ്തുവാക്കുകളുമായിട്ടോ അത് ഇതര ദ്രവ്യ വസ്തുക്കളുടെ ശേഖരണവുമായിട്ടോ ബന്ധപ്പെട്ടുള്ളതല്ല. അത് വാക്കാണ്, ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക്. ഒരുപക്ഷെങ്കിൽ ചിലത് ശ്രദ്ധയോടെ സംസാരിക്കുന്നതായിരിക്കും, ഒരുപക്ഷെങ്കിൽ ചിലത് അലസമായി സംസാരിക്കുന്നതായിരിക്കും. ചിലത് ശ്രദ്ധയോടെ സംസാരിക്കുന്നത്, ഞാൻ മനഃപൂർവ്വം മറുപടി പറഞ്ഞതല്ലേ, അച്ഛനത് പിടികിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ശ്രദ്ധയോടെ സംസാരിക്കുന്നത്. ചിലതാണെങ്കിൽ അലസമായി സംസാരിക്കുന്നതാ, അലസമായി സംസാരിക്കുന്നു. സ്തോത്രം. അപ്പൊ ശ്രദ്ധയോട് സംസാരിച്ചതാണെങ്കിലും അലസമായി സംസാരിച്ചതാണെങ്കിലും സ്തോത്രം, മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾക്ക് വളരെ പ്രാധാന്യതയുണ്ട്. മനുഷ്യൻ സംസാരിക്കുന്ന വാക്കുകൾക്ക് വളരെ പ്രാധാന്യതയുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടെന്ന് എൻ്റെ ചിന്ത. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മനുഷ്യർ പറയുന്ന ഏത് നിസ്സാരവാക്കിനും. നിങ്ങൾ ആ നിസ്സാരവാക്ക് എന്നുള്ളത് കൂടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കണം. ശ്രദ്ധയോടെ പറയുന്നതാണോ അലസമായി പറയുന്നതാണോ, അത് പ്രാധാന്യതയുള്ളതായാലും നിസ്സാരമായാലും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഞാനവിടെ ആ ന്യായവിധിയിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ആ ദുർനിക്ഷേപം, ഞാൻ ആ നല്ല നിക്ഷേപം എന്നുള്ളതിനെ ബേസ് ചെയ്ത് മാത്രമാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ എന്തു പറയുന്നു അതാണ് നമ്മളിൽ നിന്നുള്ള പുറപ്പാട്, അതാണ് നമ്മളിലെ നിക്ഷേപത്തെ റിവീൽ ചെയ്യുന്നത്. ആമേൻ. ഉള്ളിരിപ്പ് വെളിപ്പെടുത്തുന്നത് വാക്കാണ്. ചില ആളുകളോട് സംസാരിച്ചാൽ മതി, സെക്കൻഡുകൾ കൊണ്ട് അവരെ പിടികിട്ടും. ഞാൻ നിങ്ങളോട് പറയാം, എങ്ങനെയും കുറ്റം പറയുന്ന ആളുകളുണ്ട്. ചേർന്ന് നിൽക്കുമ്പോൾ അങ്ങ് ചേർന്ന് നിൽക്കും. കൂട്ടത്തിൽ നിന്ന് മാറിയാൽ പിന്നെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഭയങ്കരമായി കുറ്റം പറയുന്നവര്. ദുർനിക്ഷേപം അത് കേട്ടോ. എൻ്റെ അടുക്കൽ ഇരുന്ന് ഒരാൾ കുറ്റം പറയുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ആ മനുഷ്യനെ കുറിച്ച് മാർക്കിട്ട് കഴിയും. അതാരായാലും. ചിലർക്ക് അങ്ങനെയാണ്, സ്നേഹിച്ചിരിക്കുന്നവരാണെന്ന് ചിന്തയില്ല, ഇന്നലകളിൽ ഗുണം ചെയ്തവരാണെന്ന് ചിന്തയില്ല, സഹായിച്ചവരാണെന്ന് ചിന്തയില്ല, വെറുതെ കുറ്റം പറഞ്ഞു കളയും. അത് അപ്പം തോന്നുന്ന ഒരു കാര്യമാണ്, അപ്പം ഒന്ന് കുറ്റം പറഞ്ഞേക്കും. ഉറപ്പാണ്, അത് ദുർനിക്ഷേപമാണ്. കണക്ക് ബോധിപ്പിക്കേണ്ടി വരും കേട്ടോ, കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഈ തുടർമാനം കുറ്റം പറയുന്നത് അതൊരു വ്യാപാരമാണ്, അതൊരു പോരാട്ടാണ്. അങ്ങനെയുള്ള മനുഷ്യരെ വിട്ട് ഒഴിയുന്നതാണ് നല്ലത്. കുറ്റം പറച്ചില് അത് വാസ്തവത്തിൽ സാത്താന്റെ പണിയാ കേട്ടോ. അപവാദി എന്നാണ് പിശാചിനെ വിളിച്ചിരിക്കുന്നത്. സാത്താന്റെ പണിയാണ്. എൻ്റെ പ്രിയരെ, ഒരു മനുഷ്യനെ കുറിച്ച് ദോഷം പറയാതിരിക്കാൻ പറ്റുമെങ്കിൽ അവനെക്കുറിച്ച് നല്ലത് പറയാൻ കഴിയുന്ന ഒരാത്മതലമാണ് നമുക്ക് ആവശ്യം. അവിടെയാണ് നമ്മളിലുള്ളത് ദുർനിക്ഷേപമാണോ നല്ല നിക്ഷേപമാണോ എന്ന് നമ്മൾ വെളിപ്പെടുത്തുന്നത്. ഞാൻ പറയുന്നത് പിടികിട്ടുന്നുണ്ടെന്ന് എൻ്റെ ചിന്ത. അത് മാത്രമല്ല, അതിന് വേറൊരു വേർഷൻ എന്നുള്ളത് ഞാൻ പറയാം. ചിലരെപ്പോഴും ശാപം പറയുന്നവര്, എപ്പോഴും ദോഷം പറയുന്നവര്, ചെറിയ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ പോലും ശാപം പറയും.
സ്ത്രീകളൊക്കെ ആണെങ്കിൽ സാധാരണ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ നശിച്ചിടത്തുനിന്ന് തലയും വലിച്ചോണ്ട് പോയാൽ മതിയായിരുന്നു, ചത്തുവാകത്തില്ലല്ലോ, എങ്ങനെയും അങ്ങ് ചത്താ മതിയായിരുന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന മനുഷ്യരുണ്ട്. എൻ്റെ പ്രിയരെ, നിങ്ങളുടെ വചനത്തിൽ നിന്ന് അത് പുറപ്പെടുമ്പോൾ നിങ്ങൾ അറിയണം, ദുർനിക്ഷേപമാണ് പുറപ്പെടുന്നത്. ദുർനിക്ഷേപം. നിങ്ങൾ നിങ്ങളുടെ വീടിനെ, നശിച്ച വീടെന്ന് പറയുമ്പോൾ ആ വാക്കിനകത്ത് നിങ്ങളുടെ വീടിൻ്റെ മേൽ വ്യാപരിക്കുന്ന ഒരു വലിയ കെട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ മന്ദബുദ്ധികളെന്ന് വിളിക്കുമ്പോൾ, ഗുണം പിടിക്കാത്തവരെന്ന് പറയുമ്പോൾ, അവർക്കെതിരെ വളരെ മോശമായ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മേൽ വീഴുന്ന ഒരു കെട്ടുണ്ടെന്ന് നിങ്ങൾ മറക്കരുത്. ഞാനത് കൃത്യമായി ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാം. സദൃശവാക്യം 18:21 വായിക്കുന്നുണ്ട്, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. അതുകൂടെ കേട്ടോണം. നാവിൻ്റെ അധികാരത്തിലാണ് മരണവും ജീവനും ഇരിക്കുന്നത്. നിങ്ങൾ മരണത്തെയും നിങ്ങൾ ജീവനെയും എങ്ങനെയാണ് ഉച്ചരിക്കുന്നത്? അതിൻ്റെ അധികാരത്തിലാണ് ഇവ ഇരിക്കുന്നത്. അവയെ ഇഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും. നിങ്ങൾ മരണമാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ ഫലം മരണം തന്നെയായിരിക്കും. നിങ്ങൾ അനുഗ്രഹമാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ ഫലം അനുഗ്രഹം തന്നെയായിരിക്കും. ആമേൻ. പ്രശ്നം അനുഭവിക്കുമ്പോഴും കഷ്ടത അനുഭവിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ പറയാനുള്ള ഒരു സാധ്യത നമുക്കുണ്ട്, മനുഷ്യ സഹജമാണ്. പക്ഷേ നമ്മളിലുള്ളത് നല്ല നിക്ഷേപമാണെങ്കിൽ, ആ സമയത്ത് നമ്മളിൽ നിന്ന് പുറപ്പെടേണ്ടുന്നത് നല്ലതാ. ഇയ്യോബിനൊക്കെ ഉണ്ടായ ഗുണമത. നല്ല മനുഷ്യനിൽ നിന്ന് നല്ലതേ പുറപ്പെടത്തുള്ളൂ. 10 മക്കളുടെ 10 ശവപ്പെട്ടികൾ വീടിന്റെ മുറ്റത്ത് നിരത്തി കിടത്തിയിരിക്കുമ്പോൾ ഈ മനുഷ്യൻ പറയുന്ന വാക്ക്, യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല മനുഷ്യൻ, നല്ല നിക്ഷേപം. നമ്മൾ ഫേസ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിന്നാണ് നമ്മൾ ആരാണെന്നുള്ളത് റിവീൽ ചെയ്യുന്നത്. ഈ ചില ആളുകളുണ്ടല്ലോ, പെട്ടെന്ന് എന്തായാലും ഒരു കാര്യം വരുമ്പോൾ പെട്ടെന്ന് ഒരു ചീത്തവാക്കങ്ങ് ഉച്ചരിക്കും. അവരിൽ എന്താണ് നിക്ഷേപം എന്നുള്ളത് അവർ തെളിയിക്കുന്നതാണ്. ചർച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് അന്യഭാഷ പറയും, പക്ഷെ ദേഷ്യം വന്നാൽ എവിടുന്നറിയത്തില്ല, അച്ഛനും അമ്മയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു ചീത്തവാക്കങ്ങ് പറയും. നിങ്ങൾ എന്നാ അന്യഭാഷ പറഞ്ഞാലും നിങ്ങളിലുള്ളത് ദുർനിക്ഷേപമാണ്, യാതൊരു സംശയമില്ല. എനിക്കറിയാം ഇന്നത്തെ മെസ്സേജിന് വലിയ ഡിമാൻഡ് കാണത്തില്ല, ചിലർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല, പക്ഷേ ഇത് സത്യമാണ്. നിങ്ങൾ ചർച്ചിനകത്ത് വന്ന് ചിരിച്ച് ഇരിക്കുമ്പം അനുഗ്രഹം വരുന്നു, ഇപ്പം വരുന്നു, കിഴക്കൂടെ വരുന്നു, പടിഞ്ഞാറോട്ട് വരുന്നു, വടക്കോട്ട് വരുന്നു, കിഴക്കോട്ട് കൊണ്ടുപോകുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. പക്ഷെ പ്രിയരെ, ഈ നന്മകളെല്ലാം ബേസ് ചെയ്യുന്നത് നമ്മുടെ ജീവിതാനുഭവത്തോടുള്ള ബന്ധത്തിലാണെന്ന് മറക്കരുത്. ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല, കർത്താവ് പറഞ്ഞ വാക്കാണ്. നിങ്ങൾ മരണമാണ് ഉച്ചരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്നാ അന്യഭാഷ പറഞ്ഞാലും മരണമേ അവിടെ റിവീലാകത്തുള്ളൂ. നിങ്ങൾ നന്മയാണ് ഉച്ചരിക്കുന്നതെങ്കിൽ നന്മയെ അവിടെ റിവീലാകത്തുള്ളൂ. ഇരമ്യാവേ, നീ അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നിന്റെ വായ എൻ്റെ വായ് പോലെയാകും. ഇരമ്യാവ് പിന്നത്തേതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ദുർദിനവും ഞാൻ ആഗ്രഹിച്ചില്ല, ഞാൻ ഉച്ചരിച്ചത് തിരുമുൻപിൽ ഇരിക്കുന്നു. നിയോഗത്തിൻ്റെ ദൈവശബ്ദത്തെ അക്ഷരം പ്രതി ആ മനുഷ്യൻ അങ്ങ് അനുസരിച്ചു. എന്നിട്ടാ പറയുന്നത്, ഒരു ദുർദിനവും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അപ്പോ അധമമായത് ഒഴിവാക്കുക, ഹൃദയത്തിൽ നിന്ന് അധമമായതിനെ ഒഴിവാക്കി വിടുക, ഉത്തമമായതിനെ പ്രസ്താവിക്കുക. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം വായിച്ചു വരുമ്പോൾ അതിൻ്റെ 10 മുതൽ താഴോട്ട് വായിച്ചു വരുന്നത് ഇങ്ങനെയാണ്: ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. വേണമെങ്കിൽ സ്തോത്രം പറഞ്ഞുകൊണ്ട് തന്നെ ശാപം പറയാം, പക്ഷേ ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. അതിൻ്റെ കാര്യം, ഉറവിടത്തിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും
കയ്പുള്ള വെള്ളവും പുറപ്പെട്ടു വരുമോ? അത്തിവൃക്ഷം ഒലിവ് പഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉപ്പുറവിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയില്ല. നിങ്ങൾ ആരാണ്? നിങ്ങളിൽ നിന്ന് എന്താണ് പുറപ്പെടുന്നത്? നിങ്ങളിൽ നിന്ന് എന്താണ് പുറത്തേക്ക് വരുന്നത്? ഒരു വായിൽ നിന്ന് ശാപവും ഒരു വായിൽ നിന്ന് സ്തോത്രവും പുറപ്പെടുന്നു. എവിടെ പ്രശ്നമുണ്ട്? അകത്തുള്ള നിക്ഷേപം ദുർനിക്ഷേപമാണ്. നല്ലത് പറയാൻ ശീലിക്കുക. സകലവിധ അനുഗ്രഹങ്ങളുടെയും ഉറവ അവിടെയാണ് കിടക്കുന്നത്. ജീവനും മരണവും നാവിന്റെ അധികാരത്തിൽ. ഹല്ലേലൂയ. സങ്കീർത്തനം 64:8 നമ്മൾ വായിക്കുന്നുണ്ട്, സ്വന്തം നാവ് അവർക്ക് വിരോധമായിരിക്കിയാൽ അവർ ഇടറി വീഴാൻ ഇടയാകും. കേട്ടോ, നിങ്ങളുടെ നാവ് നിങ്ങൾക്ക് വിരോധമാകരുത്. നിങ്ങളുടെ ഭവനത്തിന്, നിങ്ങളുടെ തലമുറയ്ക്ക്, അവരുടെ ഭാവിക്ക്, നിങ്ങളുടെ മിനിസ്ട്രിക്ക്, നിങ്ങളുടെ മുൻപോട്ടുള്ള യാത്രയ്ക്ക്, നിങ്ങളുടെ വഴികൾക്ക് നിങ്ങളുടെ നാവ് വിരോധമാകരുത്. അങ്ങനെയായാൽ ഇടറി വീഴാൻ ഇടവരും. ഹല്ലേലൂയ. 50:19 വായിക്കുന്നുണ്ട്, നാവ് ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു. നാവ് ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാക്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. സദൃശ്യവാക്യം 21:23 വായിക്കുന്നുണ്ട്, വായും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു. വായും നാവും സൂക്ഷിച്ചോണം. കേട്ടോ, ഒന്നുകൂടെ ഞാൻ പറയാം, വായും നാവും സൂക്ഷിച്ചോണം. അല്ലെങ്കിൽ എന്നാ പറ്റുന്നേ? അതാ യാക്കോബ് പറയുന്നത്, നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകവുമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്താൻ കഴിയുന്നതാണ് നാവ്. നാവ് വഞ്ചനയ്ക്ക് വിട്ടുകൊടുത്താൽ ഇത് അനീതി ലോകവുമായി കണക്റ്റഡ് ആകും, എന്നിട്ട് ജീവചക്രത്തിന് തീ കൊടുക്കും. നിങ്ങൾ എന്തു പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയ. മത്തായി 12:37 നമ്മൾ വായിച്ച വാക്യത്തിന്റെ അനുബന്ധമായി കർത്താവ് പറയുന്നുണ്ട്, നിന്റെ വാക്കുകളിൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. നിങ്ങളെ നീതീകരിക്കുന്നത് നിന്റെ വാക്കാണ്, നിങ്ങളെ കുറ്റം വിധിക്കുന്നത് നിങ്ങളുടെ വാക്കാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങളെ നീതീകരിക്കുന്നത് നിങ്ങളുടെ വാക്കാണ്, നിങ്ങളെ കുറ്റം വിധിക്കുന്നത് നിങ്ങളുടെ വാക്കാണ്. ഹല്ലേലൂയ. ന്യായവിധിക്ക് ഹേതുവാകത്തക്ക വിധത്തിൽ വാക്കുകൾ മാറിയേക്കാം. അതുകൊണ്ട് ശ്രദ്ധയോടെ വാക്കുകൾ ഉപയോഗിക്കുക. അങ്ങനെയുള്ളവരെ കുറിച്ച് ഇവിടെ പറയുന്നത്, ഒരു നല്ല മനുഷ്യൻ, ഒരു നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ഒരു നല്ല മനുഷ്യനായിരിക്കുക. അവിടെ തീരുമാനങ്ങളാണ് നമുക്ക് വേണ്ടുന്നത്. യോബിന്റെ പുസ്തകം 27:4 എൻ്റെ അധരം നീതികേട് സംസാരിക്കുകയില്ല, എൻ്റെ നാവ് വ്യാജം ഉച്ചരിക്കുകയില്ല. ദൈവഹിതത്തിന് അപ്പുറത്തുള്ള, ദൈവവചനത്തിന് അപ്പുറത്തുള്ള ഒരു വാക്ക് എൻ്റെ നാവ് പറയത്തില്ല എന്ന് തീരുമാനിക്കുക. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നല്ലതിനെ നിക്ഷേപമാക്കി വെക്കുക. ആമേൻ. അതിന്റെ മറ്റൊരു ഭാഗം യെശയ്യാ പ്രവചനത്തിൽ പറയുന്നുണ്ട്, തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അറ്റാക്കുള്ളവന്റെ അടുക്കൽ ചെന്നിട്ട് അന്നന്നത്തെ പത്രത്തിന്റെ ചരമകോളത്തിൽ നോക്കിയിട്ട് ആ പഞ്ചായത്തിൽ അറ്റാക്ക് വന്ന ചത്തവരുടെ ലിസ്റ്റ് പറയുകയല്ല നല്ല ശിഷ്യന്റെ ഉദ്ദേശം. അങ്ങനെ ചെയ്യുന്നവനല്ല നല്ല ശിഷ്യൻ. സ്തോത്രം. അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു സംഭവം അറിയാം, അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ തന്നെ പറഞ്ഞു. ഹൃദയ സംബന്ധമായ അസുഖമുള്ള ഒരു അമ്മാമ്മയുടെ അടുക്കൽ ഇതറിയാവുന്ന വേറൊരു കൊച്ചമ്മ എല്ലാ ദിവസവും പത്രത്തിൽ നോക്കിയിട്ട് പറയും, നീ അറിഞ്ഞോടി ഇന്നിടത്തെ ആ പുള്ളി അറ്റാക്ക് വന്ന് ചത്തേ, നീ അറിഞ്ഞോടി ഇന്നിടത്തെ ആ അമ്മാമ്മ അറ്റാക്ക് വന്ന് ചത്തു, ഇന്ന് അടക്കം. കേട്ട് കേട്ട് മടുത്തു. ഇതല്ല ശിഷ്യന്മാരുടെ നാവ്.
ആശുപത്രി കിടക്കുന്നവന്റെ അടുക്കൽ ചെന്നിട്ട് ഈ അസുഖം വന്ന് മരിച്ചവരുടെ ലിസ്റ്റ് പറയുന്നതല്ല ശിഷ്യന്റെ നാവ്. നല്ല നിക്ഷേപങ്ങൾ പുറപ്പെടട്ടെ. അതാ ഇവിടെ പറയുന്നത്, തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. തളർന്നിരിക്കുന്നവൻ, ഒരുപക്ഷെങ്കിൽ നിങ്ങൾ പറയുന്ന ഒരു വാക്കായിരിക്കും, ആ വാക്ക് തളർന്നിരിക്കുന്നവനെ താങ്ങുന്നതായിരിക്കണം. നിങ്ങളുടെ വാക്കിനകത്തൊരു ഹീലിംഗ് പവർ ഉണ്ടാകണം. ക്ഷീണിച്ചിരിക്കുന്നവന് ബലം കൊടുക്കുന്ന ഒരു ഹീലിംഗ് പവർ. അത് മക്കളോടുള്ള ബന്ധത്തിലാകട്ടെ, കുടുംബങ്ങളോടുള്ള ബന്ധത്തിലാകട്ടെ, മല ഇടിഞ്ഞു വന്നാലും ചുമലിൽ താങ്ങാൻ കഴിയത്തക്ക വിധത്തിലുള്ള വാക്കുകൾ ഉച്ചരിക്കണം. വലിയ പർവ്വതങ്ങൾ ഇടിഞ്ഞ് തലയ്ക്ക് മീതെ വരുമ്പോഴും ചുമലിൽ താങ്ങത്തക്ക വിധത്തിൽ വാക്കുകൊണ്ട് നിൽക്കണം. അങ്ങനെയുള്ളവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതൊരു അഭിഷേകമാണ്. ഇന്ന് രാവിലെ അത് പ്രാപിച്ചോണം കേട്ടോ. അതൊരു നല്ല നിക്ഷേപത്തിൽ നിന്ന് പുറപ്പെടുന്നതാ. ഏറ്റവും ദോഷകരമായ സാഹചര്യത്തിനകത്ത് നിന്നിട്ടും ഏറ്റവും നല്ല വാക്ക് പറയാൻ കഴിയണം. ഈ പ്രശ്നം മാറും, ഈ രോഗസൗഖ്യമാകും, ഈ തകർച്ച മാറും, ആ ജോലി കിട്ടും, അത് ശരിയാകും, അത് നന്നാകും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. എന്നും തകർക്കുകയല്ല, എന്നും തകർക്കപ്പെടുകയല്ല, എന്നും ശാപമല്ല, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഇത് സൗഖ്യമാകും, ഈ പ്രശ്നം പരിഹരിക്കപ്പെടും, ആ വഴി തുറന്നു വരും, ആ വാതിൽ തുറന്നു വരും, നിങ്ങൾ അപകടത്തെ പേടിക്കണ്ട. ഇതൊക്കെ പറയത്തക്ക വിധത്തിൽ ശിഷ്യന്മാരുടെ അധരം. ഹല്ലേലൂയ. ഞാനിതെല്ലാം പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ഈ പോരാട്ടത്തെക്കുറിച്ച് പോലും ബോധവാന്മാരാകരുത് കേട്ടോ. അവരാഭിചാരം ചെയ്യുന്നു, ഇവർ മന്ത്രവാദം ചെയ്യുന്നു, അവർ പോരാടുന്നു, ഇവിടെ പോരാടുന്നു, ഇതൊന്നും നിങ്ങൾ മനസ്സിൽ പോലും വെക്കണ്ട. സ്തോത്രം. അതിനെയൊക്കെ ആ വഴിക്ക് വിട്ടേര്. പോരാട്ടം ഇല്ലെന്നാണോ പാസ്റ്റർ പറയുന്നത്? പോരാട്ടമൊക്കെ ഉണ്ട്, പക്ഷേ അതിനെ മൈൻഡ് പോലും ചെയ്യരുത്. അതിന്റെ വഴിക്ക് വിട്ടേക്കണം. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, കുരിശിൽ കിടക്കുന്നവൻ ആമേൻ വാഴ്ചകളെയും അധികാരങ്ങളെ ആയുധവർഗം ഒപ്പിച്ചു. നമ്മൾ ആ ജയോത്സവത്തിൽ ജീവിക്കുന്നവരാ. പിന്നെ നമ്മൾ എന്തിനാ ഈ കുട്ടി മന്ത്രവാദിയെയും ഇനി വലിയ മന്ത്രവാദിയെയും കുറിച്ച് ബോധവാന്മാരാകുന്നത്? ഒരു പോരാട്ടത്തെയും കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാകണ്ട. കാരണം ഇതിനെ സകലതിനെ ചവിട്ടി മേധിച്ചവൻ, കാൽ കീഴയാക്കിയവൻ നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ജയത്തിന്റെ പങ്കാളികളാണ്. നമ്മൾ അത് വിശ്വസിച്ചാൽ മതി. അല്ലാതെ ഇങ്ങനെയുള്ള മന്ത്രവാദത്തിന്റെ പോരാട്ടവും ആവിചാരത്തിന്റെ ഭയവും ഒന്നും നിങ്ങളെ ബാധിക്കണ്ട. ഹല്ലേലൂയ. നിങ്ങളത് കൂടെ പറയാൻ തുടങ്ങുമ്പോൾ, നിങ്ങളതിനെ പേടിക്കാൻ തുടങ്ങുമ്പോൾ അതിന് നിങ്ങളുടെ മേലൊരു ശക്തി ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾ യേശുവിൻ്റെ ജയത്തിൽ നിന്നാൽ മതി. തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങ്. അതാണ് ശിഷ്യന്മാരുടെ അധരത്തിന്റെ സവിശേഷത. ഹല്ലേലൂയ. എന്നാ ഭാഷ ഇപ്പൊ പറയേണ്ടത്? സങ്കീർത്തനം 71:24 പറയുന്നുണ്ട്, എൻ്റെ നാവ് ഇടപെടാതെ നിന്റെ നീതിയെക്കുറിച്ച് സംസാരിക്കും. നിന്റെ നീതി ദൈവത്തിൻ്റെ നീതിയാണെന്ന്, ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ഇടപെടാതെ സംസാരിക്കും. അടുത്ത വാക്ക്, അനർത്ഥം അന്വേഷിക്കുന്നവൻ ലജ്ജിച്ചു ഭ്രമിച്ചു പോകും. അനർത്ഥം അന്വേഷിക്കുന്നവൻ ലജ്ജിക്കും. കേട്ടോ, ദൈവത്തിൻ്റെ നീതിയെ ഇടപെടാതെ അന്വേഷിച്ചു, അനർത്ഥം അന്വേഷിക്കുന്നവൻ ലജ്ജിക്കും. ആമേൻ. നിങ്ങൾ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് പാട്, ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് പറ. വേറൊരു വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ നാവ് നിന്റെ വാഗ്ദാനത്തെക്കുറിച്ച് പാടട്ടെ, വാഗ്ദത്തത്തെക്കുറിച്ച് പറ. സ്തോത്രം. നിങ്ങളിൽ നിന്ന് എന്താ പ്രിയരെ പുറപ്പെടുന്നത്? നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് നല്ല നിക്ഷേപമോ, നിങ്ങളിൽ നിന്ന് ദുർനിക്ഷേപമോ? എന്താ നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്നത്? ആ പുറപ്പെടുന്നതാണ് നിങ്ങൾ ആരാണെന്ന് തെളിയിക്കുന്നത്. എല്ലാ കണ്ണുകളും അടച്ചു. കർത്താവേ, നല്ലത് പറയാനുള്ള കൃപ എനിക്ക് തരണേ എന്ന് പറഞ്ഞു. നല്ലത് പറയാനുള്ള കൃപ. ഞാൻ കാണുന്നത് പറയാനല്ല, വിശ്വാസത്താൽ ചിലത് പറയാനുള്ള കൃപ എനിക്ക് തരണം. വാ തുറന്ന് പറഞ്ഞു. കാണുന്നത് പറയാൻ ഒത്തിരിയുണ്ട്. കനാൻ നാട് ഉറ്റു നോക്കാൻ പോയ 10 പേര് കണ്ടതാ പറഞ്ഞത്. പക്ഷേ 2 പേര് മാത്രം കർത്താവ് തരുമെന്നാ പറഞ്ഞത്. കാണുന്നതിനപ്പുറത്ത് വിശ്വാസം പറ. കാണുന്നതെല്ലാം ദോഷമായിരിക്കും, അതെല്ലാം വിളിച്ചു പറയാൻ നടക്കല്ലേ. വിശ്വാസം പറ. കാണുന്ന വേദനിപ്പിക്കുന്ന കാഴ്ചയുടെ മീതെ വിശ്വാസത്തിന്റെ വാക്കുകൾ ഉച്ചരിക്കേ. ഹല്ലേലൂയ. ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ വായു സംസാരിക്കുന്നത്. ഹൃദയം നിറഞ്ഞ് കവിയുന്നത്, നല്ല മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് നല്ല നിക്ഷേപം പുറത്തേക്ക് വരട്ടെ. തുറന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ പ്രിയ പിതാവ്, ഈ വചനത്തിനായി നന്ദി. ഞങ്ങളിൽ നിന്ന് നല്ലത് പുറപ്പെടട്ടെ. നല്ല വാക്കുകൾ ഉച്ചരിക്കാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് തരണേ. ഈ ജനത്തെ അവിടുത്തെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. കാണുന്നതും കേൾക്കുന്നതുമൊക്കെ നെഗറ്റീവാണെങ്കിലും കാണുന്നതിനെ കേൾക്കുന്നതിനെ പറയാതെ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നുപോലും വിശ്വാസത്താൽ ചിലതിനെ ഉച്ചരിക്കുവാൻ കഴിയുന്ന
ആമേൻ. നല്ല നിക്ഷേപമുള്ള ഹൃദയം ഞങ്ങൾക്ക് തരണേ. അങ്ങനെയുള്ള നാവ് ഞങ്ങൾക്ക് തരണേ. ഈ ജനം അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ. കർത്താവ് ഓരോ കുടുംബങ്ങളെ മാതിരിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.